പ്രിയപ്പെട്ടവരെ, ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്, റാന്നി മുതിരവയലിൽ നടക്കുന്ന സെവേറിയോസ് ഹൌസിംഗ് പ്രോജക്റ്റിലെ 7 ഇല്ലം പദ്ധതിയെക്കുറിച്ചാണ്. രണ്ടാമത്, ഗ്രാനായ കമ്മിറ്റി അംഗങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കൈതച്ചിക്ക എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കും. മൂന്നാമത് പറയുവാനുള്ളത്, ഗ്രാനായ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഗ്രാനായ സമുദായത്തിൽ പട്ടം കൊടുക്കുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്രാനായ സമുദായത്തിൽ ഭവനരഹിതരായ ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും ധാരാളം അപേക്ഷകൾ സമുദായ ഓഫീസിൽ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ഭവനം പൂർത്തിയായി, രണ്ടാമത്തെ ഭവനത്തിന്റെ 90% പണിയും പൂർത്തിയായി. ഒരു മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അപേക്ഷകർ ഇങ്ങനെ കൂടുതൽ വന്നപ്പോൾ എങ്ങനെ ആർക്ക് കൊടുക്കും എന്നറിയാതെ 2-3 ഭവനങ്ങൾ തീർന്നിട്ട് ഒരുമിച്ച് കൈമാറാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഗ്രാനായ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭവനം ബാബു പട്ടുകാലായിലെ സ്പോൺസർ ചെയ്തു, അത് തീർന്നു. രണ്ടാമത്തെ ഭവനം അമേരിക്കയിലുള്ള ഹാർട്ട്ഫോർഡ് ദേവാലയത്തിലെ അവർ സ്പോൺസർ ചെയ്തു, അതിന്റെ 90% തീർന്നു. ഉടനെ അതിന്റെ ബാക്കി തീർന്നു. പിന്നെ ഒരു ദേവാലയത്തിന് മാന്നാറിലുള്ള, അദ്ദേഹം ഇപ്പോൾ കാൻഡായിലാണ്, അദ്ദേഹം ശ്രീ മർക്കോസ് ചെറിയ, അദ്ദേഹം കാൻഡായി താമസിക്കുന്ന ആളാണ്. അദ്ദേഹം 10 ലക്ഷം രൂപ ഈ ഭവന പദ്ധതിക്ക് വേണ്ടി അതിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് നമ്മുടെ ഫിലാഡൽഫിയ പള്ളിയിലെ റെന്റിയച്ചന് അദ്ദേഹം പറഞ്ഞു ഒരു ഭവനം അവരെ സ്പോൺസർ ചെയ്യാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൂസ്റ്റൺ ദേവാലയത്തിലെ ഇപ്പോൾ വികാരിയായി പ്രവർത്തിക്കുന്ന പ്രസാദച്ചൻ ഒരു ഭവനം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 5 ഭവനമാവും. അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അസോസിയേഷൻ 1, അസോസിയേഷൻ 2 എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകാര് ഒന്നിലധികമോ ഭവനം സമുദായത്തിലെ ഈ ഭവനരഹിതർക്ക് വെച്ചു കൊടുക്കുവാനായിട്ട് അവരൊരു വാട്സപ്പ് കൂട്ടായ്മ ശ്രീ ലിജോ ഏലിയാസ് എളവംകുളത്തിന്റെ നേതൃത്വത്തിൽ പലരുമുണ്ട്. പേരുകൾ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയില് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം എമൗണ്ട് ഇപ്പോൾ ആ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇതെല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. ആ സാധുക്കൾക്ക് കൊടുക്കുവാനായിട്ട് ആരെങ്കിലും ഒരു പൈസ തന്നിട്ടുണ്ടെങ്കിൽ സുതാര്യമായിട്ട് ആ അക്കൗണ്ടിൽ മാത്രമാണ് കിടക്കുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ഒരിടത്തോട്ട് ആരും മാറാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഓരോ കിംവദന്തികളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ ഭവനരഹിതർക്ക് വന്ന പണം എടുത്ത് ഹെഡ് മാറ്റി വഴിമാറ്റി ചെലവഴിച്ചു എന്നൊക്കെ. ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ സാധുക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ചില ആളുകൾ കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ അതിന് കണക്ക് പറയേണ്ടി വരും. കാരണം കൊടുക്കരുതെന്ന് പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ കഴിവുള്ളവരെ അവരുടെ കഴിവനുസരിച്ച് 100 രൂപയാണേലും അതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഭവനരഹിതരായ ഗ്രാനായ സമുദായത്തിലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 രൂപ മതി. അതാണെങ്കിലും കൊടുത്താൽ വളരെ സുതാര്യമായി ആരൊക്കെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ അതിന്റെ എല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അത് പലരുമായിട്ട് കോൺട്രാക്ട് ചെയ്ത് എല്ലാവരും അതിൽ കുറച്ച് ചെയ്യത്തില്ല. കാരണം നല്ല വീടാണ് അവിടെ പണിയുന്നത്. 2 ബെഡ്റൂം, ഡൈനിങ് റൂം, അതുപോലെ തന്നെ അതിന്റെ സിറ്റ് ഔട്ട്, കിച്ചന്, ബാത്റൂം, ഡ്രോയിങ് റൂം, അങ്ങനെ എല്ലാം നമ്മുടെ ഗ്രാനായക്കാർ താമസിക്കേണ്ടത് നല്ല രീതിയിലാണ്. ഒരു 700 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ 10 ലക്ഷം രൂപയ്ക്ക് മനോഹരമായിട്ട് ഒരു വീട് കഴിഞ്ഞത് കാണുമ്പോൾ അറിയാം. അങ്ങനെ നമ്മൾ അവിടെ വളരെ സുതാര്യമായിട്ട് ഇവരെ പൈസ വന്നോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതിനെ നല്ല രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, ക്വാളിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ട് അവിടെ സൂപ്പർവൈസ് ചെയ്യാനും ആളിനെ അവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്.
അങ്ങനെ ആ പ്രോജക്റ്റ് നല്ലതായിട്ട് പോകുന്നു. നിങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ₹1 കൊടുക്കുന്നവരെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഭവനരഹിതർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അത് സ്വർഗത്തിലെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കും. പണം കൊടുക്കുവാനായിട്ട് നിവൃത്തിയില്ലാത്തവർ യാതൊരു കാര്യത്താലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. ഈ പ്രോജക്റ്റ് ഇനി ഏതാണ്ട് 17 ഭവനങ്ങൾ കൂടി തീരേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരുടെ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ വന്ന് കിടക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ അതിന് മനസ്സുണ്ട്, സാഹചര്യം ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഭവനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിലെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും എല്ലാ സമുദായത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ദൈവത്തിനുമുമ്പാകെ ലഭിക്കും. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു കാര്യം പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡേസ തോട്ടത്തിലെ റബ്ബർ പ്ലാന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലാണ് ഈ എസ്റ്റേറ്റ്. വളരെ ദൂരം, മണിക്കൂറുകൾ, ഒരു 4-5-6 മണിക്കൂർ യാത്ര ചെയ്തതിലേ ഒരു സൈഡിൽ അവിടെ എത്താൻ പറ്റുകയുള്ളൂ. അവിടെ ചെന്നിട്ടും മല പോലെ കിടക്കുന്നിടത്ത് ആ റോഡിൽ കൂടെ ഒക്കെ, ജീപ്പ് റോഡിൽ കൂടെ വേറെ വാഹനം എടുത്ത് വേണം അവിടെ ആ എസ്റ്റേറ്റിൽ എത്തുവാനായിട്ട്. മുണ്ടോട്ടേക്കാരുടെ എസ്റ്റേറ്റിനകത്ത് അവരുടെ റോഡിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഈ സമുദായത്തിന് കിട്ടിയിരിക്കുന്ന 50 ഏക്കർ എസ്റ്റേറ്റ്. അത് നിരപ്പായ സ്ഥലമല്ല, പാറയുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അത് താഴെ കുറച്ച് സ്ഥലം, 2-3 ഏക്കർ നിരപ്പുണ്ട്. ബാക്കി നിരപ്പെന്ന് പറഞ്ഞാൽ കുറെ ഭാഗം നിരപ്പുണ്ട്. ബാക്കി ഇങ്ങനെ മലയായിട്ടാണ് അവിടെ സ്ഥിതി ചെയ്തത്. ഞങ്ങളിവിടെ പല രീതിയിൽ അവിടുത്തെ തമിഴ് പത്രത്തിലിട്ടു ഇത് പ്ലാൻ ചെയ്യാനായിട്ട്. പലരുമായിട്ടും ആലോചിച്ചു, പലരുടെയും നിന്നും കൊട്ടേഷൻ മേടിച്ചു. അങ്ങനെ അവിടുന്ന് ഏറ്റവും കുറഞ്ഞ നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞ കൊട്ടേഷൻ തന്നത് ₹150 തന്നത്. ₹150 കൊട്ടേഷൻ മേടിച്ചപ്പോൾ അത് കൈതയുടെ വെക്കുവാനുള്ള അവസരം അവർക്ക് കൊടുക്കണം. ഞങ്ങളെ മധ്യ തിരുവിതാംകൂറിലെ പലയിടത്തു നിന്നും ആളുകളെ അവിടെ കൊണ്ടുപോയി. അവർ പറഞ്ഞു, തമിഴ്നാട്ടിൽ പോയി കൈത കൃഷിയൊന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവിടെയുള്ള ആൾക്കാർക്ക് കൈതയുടെ ഡിമാൻഡ് ഇപ്പൊ കുറവാണ്, അവർക്ക് കഴിയില്ല. വളരെ നിർബന്ധിച്ചിട്ടാണ് ₹150 കൈത കൃഷിയൂടെ ചെയ്താൽ ആ മരം വെച്ച് വളർത്തിത്തരും, 3 വർഷത്തേക്ക് വളർത്തിത്തരുമെന്നാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. പലരുമായിട്ട് ആലോചിച്ചിട്ടാണ്, പല ആൾക്കാരുമായിട്ട് ആലോചിച്ച് കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. അല്ല ഒരാളെയും അടിച്ചേൽപ്പിച്ചതല്ല. പല അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ആദ്യം വന്നേ നമ്മളവിടെ റബ്ബർ പ്ലാന്റിന് പകരം അവിടെ സോഫ്റ്റ്വുഡ് നടണം. എന്നാൽ 6-7 വർഷം കഴിയുമ്പോൾ അത് വെട്ടിയെടുത്താൽ വലിയ പരിപാലനത്തിന്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അവിടെ ഉള്ള മുണ്ടോട്ടേക്കരെ അവരൊക്കെ പറഞ്ഞു, അവരോട് അതിനെ കുറിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു യാതൊരു കാരണവശാലും ഇത് വെക്കാൻ പാടില്ല. അവരുടെ എസ്റ്റേറ്റ് ഇപ്പുറത്ത് നിൽക്കുന്നു, അവിടെ റബ്ബർ പ്ലാന്റേഷനാണ് മുഴുവൻ ഉള്ളത്. അവിടെ നമ്മുടെ സോഫ്റ്റ്വുഡ് ഒന്നും വെക്കരുത്, വെച്ചാൽ നിങ്ങൾക്ക് ഇത് വെട്ടാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവര് നമ്മളോട് അതിനൊരു പ്രോത്സാഹനം തന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പുറത്തൊക്കെ അവരുടെ നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ റബ്ബർ നിൽക്കുന്നു, നമ്മൾ റബ്ബർ തന്നെ വയ്ക്കുവാനായിട്ട് തീരുമാനിച്ചു. പല പ്രാവശ്യം അവിടെ കമ്മിറ്റിക്കാർ പോയി. ഈ ₹150 സമ്മതിക്കുന്നത് അവിടെ ഈ കൈതയുടെ വെക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതിനുപോലും സമ്മതിക്കത്തില്ല. എല്ലായിടത്തും കൈത വെക്കാനും പറ്റത്തില്ല. പക്ഷെ എല്ലായിടത്തിനും എല്ലാ മരങ്ങൾക്കും ഒരേ റേറ്റാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്നുള്ള അസോസിയേഷനിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവർ വന്ന് പറഞ്ഞു, ഇന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഒരു തൈ അവിടെ വെക്കണമെങ്കിൽ ₹500 മിനിമം ആവും. ₹500 കുറച്ച് അവിടെ ആരും ഒരു തൈ വെക്കുകയില്ലെന്ന് പറഞ്ഞു. ആ സ്ഥാനത്താണ് ₹150 ഞങ്ങൾ തൈ വെക്കുന്നത്. അപ്പോൾ തന്നെ ₹350 ഒരു തയ്യൽ സമുദായത്തിന് ലാഭമാണ് ഈ കൈതയ്ക്ക് കൊടുത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ₹350 ലാഭം എന്ന് പറയുന്നത് 10 ഏക്കറിൽ 35 ലക്ഷം രൂപ ഗ്രാനായ കമ്മിറ്റി അംഗങ്ങളെ ലാഭപ്പെടുത്തുക ചെയ്തത്. അല്ലെങ്കിൽ ₹500 ആകുമെന്ന് അവിടുത്തെ മുണ്ടോട്ടേക്കരെ അദ്ദേഹം പറയുകയും ചെയ്തു. ചാക്കോച്ചായൻ പറഞ്ഞു ₹500 ആകും ഒരു റബ്ബർ വെക്കണം. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10,000 റബ്ബർ വെക്കണമെങ്കിൽ 50 ലക്ഷം രൂപയാകും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിനെ പരിപാലിക്കണം. എത്ര ലക്ഷങ്ങൾ മുടക്കിയാൽ അവിടുന്ന് കിട്ടുന്ന ലാഭം നമുക്കറിയാമല്ലോ. എത്ര ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കയ്യെത്താ ദൂരത്ത് കിടക്കുന്ന സാധനമാണ്. നമുക്കവിടെ നേരിട്ട് പോയി റബ്ബർ വെട്ടുവാൻ കഴിയുകയില്ല. നമ്മളിത് ടെൻഡർ വിളിച്ച് ഓരോ വർഷത്തേക്കും കറ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ടെൻഡർ കൊടുക്കുന്നത്. ആ ടെൻഡർ കൊടുത്താൽ തന്നെ അവിടെ ആരെങ്കിലും നോക്കാൻ നിർത്തിയാലും ആ ആളിനെ കൂടെ ഒക്കെ സ്വാധീനിച്ച് മരുന്നുമൊക്കെ
പുരട്ടി ഇത് കറ എളുപ്പം തീരും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റബ്ബറുകൾ ഇപ്പോഴും അവിടെ നിപ്പുണ്ട്. ഞങ്ങളിവിടെ അധികാരം ഏൽക്കുന്ന ഉടനെ ഇത് സ്ലോട്ടർ കൊടുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇത് എടുക്കുന്നത്. ഈ അധികാരം ഞങ്ങളുടെ കിട്ടുന്ന സമയത്ത് സ്ലോട്ടർ കൊടുത്തിരിക്കുക. അന്നേരം നടന്ന അതേ പ്ലാന്റ് ഇപ്പോഴും മുണ്ടോട്ടേക്കരെ അവിടെ വെട്ടാതെ നിൽപ്പുണ്ട്. അവർ നോക്കി അവർക്ക് എസ്റ്റേറ്റ് മാനേജരെ, അതുപോലെ തന്നെ ജീപ്പുകള്, അതിന് കങ്കാണിമാര്, അങ്ങനെയുള്ള പകരം അവർക്ക് ഒത്തിരി ധാരാളം ഏക്കറുകളുണ്ട്. നമുക്ക് ഈ 50 ഏക്കറിന് ഒരു മാനേജരെയും ജീപ്പും സംവിധാനവും ബംഗ്ലാവും എല്ലാം ആയിട്ട് നമുക്ക് അവിടെ നിർത്തിയാൽ നമുക്ക് മുതലാകത്തില്ല. ഓരോ മാസവും വലിയ എമൗണ്ടുകൾ വേണ്ടി വരും. അപ്പൊ അത് 150 രൂപയ്ക്ക് അവരെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ കൂട്ടി 150 രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് റബ്ബർ തൈ മേടിച്ചു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം തന്നെയാണ് ഇത് വെക്കുന്നത്. ഞാനവിടെ അന്നേരം ആ സമയത്ത് ഞാൻ പോയിട്ടില്ല. ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ഞാനില്ല, കമ്മിറ്റിക്കാരാണ് പോയത്. പിന്നെ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ 4 വീലർ ജീപ്പിലെ ഞങ്ങളെ അതിന്റെ മേളിൽ കൊണ്ടുപോയി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് നല്ല രീതിയിൽ പിരിഞ്ഞതാണ്. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മനസ്സിലായത് അവിടെയും സമുദായ പൊളിറ്റിക്സ് ഇറക്കുന്നു ഓരോരുത്തരെന്ന്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഞാൻ അദ്ദേഹവുമായി പോയി 2 പ്രാവശ്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു രീതിയല്ല ലാസ്റ്റിൽ ചെന്നപ്പോൾ. അദ്ദേഹം അങ്ങോട്ട് വരികയോ അദ്ദേഹം വേറൊരു ഇതിലാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ഇവിടുന്ന് കൊടുത്ത വീഡിയോ ഞങ്ങളോട് പറഞ്ഞു. പലരും ഇവിടെ വന്നു, ഞങ്ങളുടെ റബ്ബർ കൺസൾട്ടൻസിയെ പോയി കണ്ടു, അവിടുന്ന് കയ്യിൽ കാശ് മുടക്കി അതിന് റിപ്പോർട്ട് വാങ്ങി. ഇതൊക്കെ തമിഴ്നാട്ടിൽ പോയി നടക്കുന്ന ഇത്രയും വളരെ ദൂരെ നടക്കുന്ന റബ്ബർ എസ്റ്റേറ്റിലെ കഷ്ടപ്പെട്ട് പോകുന്ന ഈ കമ്മിറ്റിക്കാര് രാത്രി ദൂരം അവിടെ വണ്ടി ഓടിച്ച് അവിടെ പോയി അവിടെ ഇവിടെ ലോഡ്ജിലും കിടന്ന് പിറ്റേ ദിവസവും പോയി അതിന്റെ കാരണം പരിപാലിച്ച് തിരിച്ചു വരുന്ന അവരെ യഥാർത്ഥത്തില് ഈ കുറ്റം പറയുന്നത് ദൈവദോഷമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ 2 പ്രാവശ്യമേ പോയുള്ളൂ. പല പ്രാവശ്യം അവർ പോകുന്നു. എങ്ങനെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ അവിടെ മരം വളർന്നിട്ടുണ്ട്. 1 വർഷമായില്ലെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു 2 ആൾ പൊക്കത്തിൽ മരം കിളന്നു കഴിഞ്ഞു. നമുക്കറിയാം അത് വളവിട്ട് ഓരോ വർഷം കഴിയുമ്പോഴേ വരത്തുള്ളൂ. അതിന് ചുമ്മാ അനാവശ്യമായിട്ട് സമുദായത്തിന്റെ ഇടയിൽ എങ്ങാണ്ട് ആരാണ്ടറിയുന്ന ഒരു കൺസൾട്ടൻസി എന്ന് പറഞ്ഞ റിപ്പോർട്ടും ഒക്കെ മേടിച്ച് അതിനൊക്കെ വല്ല വാലിഡിറ്റി ഉണ്ടോ? ഇതൊക്കെ കൺസൾട്ടൻസിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കുന്നിടത്ത് 1.5 മീറ്റർ നീളത്തിൽ പടയെടുക്കുക, അതിൽ 1.5 മീറ്റർ അകലത്തിൽ റബ്ബർ വെക്കുക, ഇങ്ങനെ കുറെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഈ ലാൻഡ് എന്ന് പറയുന്ന ഇടയ്ക്ക് മുഴുവൻ വലിയ ബോൾഡ് കല്ലുകൾ, ഇതിങ്ങനെ മല പോലെ ഇങ്ങനെ കുത്തനെ കിടക്കുന്നിടത്തൊക്കെ ഈ റബ്ബർ ബോർഡ് പറയുന്ന കണ്ടീഷനിലൊന്നും അവിടെ ഒന്നും വെക്കാൻ കഴിയില്ല. അപ്പൊ ഗ്രാനായ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തേക്കാം. ഇവരീ പറയുന്നല്ലോ 1.5 ഏക്കർ 1.5 ലക്ഷം രൂപ 1 ഏക്കർ കൈത് വെച്ചാൽ കിട്ടുമെന്ന്, 2 ലക്ഷം രൂപ കിട്ടും, അവിടെ കൊട്ടേഷൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് അവര് കമ്മിറ്റിക്കാർ പറഞ്ഞു ഇത്രയും നാള് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കിക്കോളാം. ഈ 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും കൈത കൃഷിക്കാണെങ്കിൽ നിങ്ങളത് കൈത കൃഷിക്ക് കൊടുക്കുക. അപ്പൊ സമുദായത്തിന് 1.5 ലക്ഷം രൂപ ആണ്, 2 ലക്ഷം രൂപ ആണ്, 1 കോടി രൂപ ഒരു വർഷം കിട്ടും. കൈത കൃഷി മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 1 കോടി രൂപ കിട്ടും 2 ലക്ഷമാണെങ്കിൽ. ഇനി 1 ലക്ഷമാണെങ്കിലോ 50 ലക്ഷം രൂപ വർഷം കിട്ടും. അതിൽ പരം ഒരു ആദായമുണ്ടോ? അവർ വെല്ലുവിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളിത് കൃഷി ചെയ്യാൻ. ഇങ്ങനെ ആവശ്യമില്ലാതെ സമുദായത്തിലെ കഷ്ടപ്പെടുന്ന അല്ലെ ഇതിനുവേണ്ടി 24 മണിക്കൂറും ബുദ്ധിമുട്ട് നടക്കുന്ന കമ്മിറ്റിക്കാരെ ഇങ്ങനെ അപമാനിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശം വേറെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അത്രയും നാൾ അവിടെ വന്ന് ഈ തൈയും ഇടപാട് ചെയ്ത് വളവും അദ്ദേഹം കൊണ്ട് പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിച്ച് അവിടെ അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനവും ചെയ്ത് ഒരു പ്രശ്നവുമില്ലായിരുന്ന ആളിനെ ഇപ്പോൾ സമുദായ പൊളിറ്റിക്സിലോട്ട് പെടുത്തി അദ്ദേഹം അന്ന് പോയി ചെയ്തൊന്നും ഞാനല്ലെന്ന് പറഞ്ഞ് ഇവർ എഴുതി മേടിക്കുക. അദ്ദേഹം ചെയ്താണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് വളരെ മോശമാണ്. അവിടെ ഗ്രാനായ കമ്മിറ്റിക്കാര് ഒരു സിംഗിൾ പൈസ ആരെങ്കിലും അനാവശ്യമായിട്ട് എടുത്താൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ സമുദായത്തിലെ ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള ഈ 2017 മുതൽ, അതിന് മുമ്പത്തേതൊന്നും ആർക്കും ഒരു വിഷയവുമില്ല. അതിന് മുമ്പത്തേതിനെ കുറിച്ച് ആർക്കും പറയാനും പറയുന്നുമില്ല, കുറ്റപ്പെടുത്തുന്നുമില്ല. എന്നാൽ അതിന് പ്രവർത്തിക്കുന്നവരെ വിമർശിച്ചു, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആ വിമർശിക്കുമ്പോൾ അവരെ തേജോവധം ചെയ്തുകൊണ്ടായിരിക്കുകയല്ല വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ വിമർശിക്കുന്നതിന് തെളിവുകൾ വെക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം. 150 രൂപയ്ക്ക് ആർക്കാണ്ട് റബ്ബറിന് പരസ്യമായിട്ട് കൊട്ടേഷൻ വിളിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ആരെങ്കിലും മേടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ. ചുമ്മാ ആവശ്യമില്ലാതെ 500 രൂപയുടെ സ്ഥാനത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ 500 രൂപയുടെ സ്ഥാനത്ത് 150 രൂപയ്ക്ക് റബ്ബർ കൊടുത്തു എന്ന് പറഞ്ഞാണ് ഒരു കംപ്ലൈന്റ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തേജോവധം ചെയ്യുന്നതിനോട് ഞങ്ങൾ നല്ല ഭാഷയിൽ പറയുകയാണ്,
നിങ്ങൾ ഇതിനകത്ത് കയറി ഇടപെട്ട് നിങ്ങൾ തന്നെ ആർക്കെങ്കിലും കൊടുത്ത് ഇത് അവർ പറഞ്ഞ കമ്മിറ്റിക്കാർ പറഞ്ഞ രീതിയിൽ അവര് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജ്ഞാനായ സമുദായത്തിലെ വൈദികരുടെ കുറവ് വലുതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് 5-10 വൈദികർ ഇപ്പൊ കുർബാന ചൊല്ലാതെ മാറി നിൽക്കുക. സമുദായ മെത്രാപ്പോലീത്ത കൽപ്പന കൊടുത്തിട്ടും അവരെ കുർബാന ചൊല്ലുന്നില്ല, അവര് യാതൊരു രീതിയിലും അതിനോട് സഹകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ അസോസിയേറ്റിൽ ഒരു പ്രമേയം വന്നു. എല്ലാ ദേവാലയങ്ങളിലും സമുദായ മെത്രാപ്പോലീത്ത കൽപ്പന അയച്ച് സമുദായ മെത്രാപ്പോലീത്ത ആ കൽപ്പന അയച്ചിട്ട് അവിടുത്തെ പൊതുയോഗം പള്ളിയുടെ പൊതുയോഗം പാസാക്കി ഭരണഘടന പ്രകാരം തെരഞ്ഞെടുത്ത് വൈദിക കോളേജിലെ കുട്ടികളെ അയക്കണം. അതിനൊരു ചട്ടക്കൂട്ടുണ്ട്. ജ്ഞാനായ സമുദായ ഭരണഘടനയുടെ ഈ അധ്യായം 5 കൃത്യമായിട്ട് പറയുന്നുണ്ട്. പട്ടം കൊടുക്കൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് വേണം പട്ടം കൊടുക്കുവാൻ. അതിനകത്ത് പറയുന്ന പട്ടക്കുട കാര്യങ്ങളിൽ ഉചിതമായി തീരുമാനിക്കുന്നത് വൈദിക കൌൺസിൽ ആയിരിക്കും. ആദ്യത്തെ 90ാമത്തെ ക്ലോസാ. 91 പറയുന്നു, പട്ടം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അപേക്ഷയും ബയോഡേറ്റയും ഇടവക പൊതുയോഗത്തിന്റെ ശുപാർശയോടുകൂടി മെത്രാപ്പോലീത്തായ്ക്ക് സമർപ്പിക്കേണ്ടതും മെത്രാപ്പോലീത്ത ആയത് വൈദിക കൌൺസിലിനെ അയക്കേണ്ടതുമാണ്. അതാണ് 91. അതിന്റെ എയിൽ പറയുന്നു, പട്ടം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ബിരുദധാരികളും സൽസ്വഭാവികളും അംഗവൈകല്യമില്ലാത്തവരും ആരോഗ്യ ദൃഢഗാത്രരും 21 വയസ്സിൽ കുറയാത്ത പ്രായമുള്ളവരും ദൈവഭക്തരും ബുദ്ധിശക്തി ഉള്ളവരും സമുദായത്തോടെ കൂറും വിധേയത്വം ഉള്ളവരും സത്യവിശ്വാസികളുമായിരിക്കേണ്ടതാണ്. 92 പറയുന്നു, ജ്ഞാനായ സമുദായം അംഗീകരിക്കുന്ന വൈദിക സെമിനാരിയിൽ ഓരോ വർഷവും പ്രവേശനം തുടങ്ങുന്നതിന് മുമ്പ് 3 മാസം മുമ്പ് വൈദിക കൌൺസിൽ സെക്രട്ടറി വിളിച്ചുകൂട്ടിയ അപേക്ഷകളിന്മേൽ ആവശ്യമായ ശുപാർശയോടുകൂടി മെത്രാപ്പോലീത്തായ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അതിന്റെ 92A പറയുന്നു, മെത്രാപ്പോലീത്തയുടെ അംഗീകാരം ലഭിക്കുന്ന അപേക്ഷകർക്ക് വൈദിക സെമിനാരിയിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സഹായം അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമുദായത്തിൽ നിന്ന് പഠനം പൂർത്തിയാകുന്നതുവരെ സഹായധനം നൽകേണ്ടതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ബിയിൽ പറയുന്നു, വൈദിക പഠന കാലത്ത് സ്വഭാവദൂഷ്യത്തിനോ അനുസരണമില്ലായ്മയ്ക്കോ പഠനം വിജയകരമായി പൂർത്തിയാക്കാതിരിക്കുകയോ കോളേജ് പ്രിൻസിപ്പലിന്റെ ശുപാർശ ഇല്ലാതിരിക്കുകയോ ഏതെങ്കിലും കാരണത്താൽ സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടം നിഷേധിക്കുന്നതിന് മെത്രാപ്പോലീത്തായ്ക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പൊ ഈ ഭരണഘടനയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായി ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായ്ക്ക് മാത്രമേ ജ്ഞാനായ സമുദായത്തിലെ ഒരാൾക്ക് ഏത് പട്ടമാണേലും കൊടുക്കുവാനായിട്ട് അവകാശമുള്ളതെന്ന് ഈ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുമ്പോൾ ഇവിടെ ഇപ്പം നെടുക നടന്ന പട്ടംകുടയാ. അങ്ങനെ പട്ടം കൊടുത്താൽ ജ്ഞാനായ സമുദായത്തിലെ വൈദികരായിരിക്കുകയില്ല. ഭാവിയിൽ ഇവർ വൈദികരാകുമല്ലോ. പൂർവ്വ പട്ടമോ അങ്ങനെയുള്ള മേടിച്ചു കഴിഞ്ഞുകൊണ്ടിൽ വൈദികരായിരിക്കുമല്ലോ. പക്ഷെ ജ്ഞാനായ സമുദായത്തിന് അതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ലെന്ന് കൃത്യമായിട്ട് ഈ ജ്ഞാനായ സമുദായ ഭരണഘടന ഇപ്പൊ 2003 ഭരണഘടന, സുപ്രീം കോടതി അനുവദിച്ച ഭരണഘടന, മുനിസിപ്പൽ കോടതി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്, ജില്ലാ കോടതി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്, അതുപോലെ തന്നെ ഹൈക്കോടതി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്. അതിനെതിരായിട്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞ് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് കേസ് വിട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഇപ്പോൾ കോടതി തിങ്കളാഴ്ച തുറന്നു കഴിഞ്ഞാൽ ഈ അടുത്ത ആഴ്ച തന്നെ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ഭരണഘടന നിലവിലുള്ളപ്പോൾ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഓരോരുത്തരും പട്ടം കൊടുക്കുകയാണെങ്കിൽ ഈ സമുദായത്തിന്റെ ചട്ടക്കൂട്ട് എവിടെ പോയി നിൽക്കും? ഇതിന്റെ ഭരണഘടന എവിടെ പോയി നിൽക്കും? ഇതൊന്നും ജ്ഞാനായ സമുദായത്തിലെ വൈദികരായിട്ടൊന്നും ഇവരെ വരുവാനായിട്ട് ആരും സമ്മതിക്കുകയില്ല. അവിടെ ജ്ഞാനായ സമുദായത്തിന്റെ വൈദികരുടെ ലിസ്റ്റുണ്ട്, അതിന് രജിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഷമാശന്മാരെ ഏതെല്ലാം കോളേജിൽ വിട്ടിരിക്കുന്നു, ഏതെല്ലാം വന്നു, അതിനൊക്കെ രജിസ്റ്ററുണ്ട്. ആ ലിസ്റ്റിലൊന്നും ഇത് കാണുകയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വള്ളംകുളത്ത് കൊടുത്ത പട്ടം കൊടുത്തു. ആ പട്ടം കൊടുത്ത സ്ഥാനാർത്ഥി അല്ലെ അദ്ദേഹത്തിന് സമുദായ മെത്രാപ്പോലീത്തായുടെ എഴുത്തുമായിട്ട് ബാംഗ്ലൂരിൽ പോയി കോളേജിൽ വിട്ടതാണ്. അതിന് അവിടുത്തെ സ്റ്റൈപ്പൻഡ് കൊടുക്കുവാനായിട്ട് കേളചന്ദ്ര ഫാമിലിയുടെ ഒരു ട്രസ്റ്റിൽ നിന്നാണ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത്. അതിന് ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ എഴുത്തുണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആള്
സമുദായ മെത്രാപ്പോലീത്ത അറിയാതെ പട്ടം മേടിച്ചാൽ എന്താണ് നമ്മൾ പറയാൻ പറ്റുന്നത്? ഇപ്പൊ ഗ്രാനായ സമുദായത്തിന് ചട്ടക്കൂട്ട് വേണ്ടേ? മെത്രാച്ചന്മാര്, സഹായ മെത്രാച്ചന്മാര് നെടുകടന്ന് ഓരോരുത്തർക്ക് പട്ടം കൊടുക്കുകയാണോ? ഇതിന് ഗ്രാനായ അസോസിയേഷൻ പള്ളിയുടെ പൊതുയോഗം പാസ്സാക്കണ്ടായോ? പള്ളിയുടെ പൊതുയോഗം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആര് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ആ ആളിനോട് കൊടുത്തില്ലെങ്കിൽ ആളിനോട് അറിയിക്കുകയും വേണ്ടയോ? ഇത് പട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗ്രാനായ സമുദായത്തില് നേരത്തെ ഞാനിപ്പോ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടണ്ട. ഒരു പാത്രികീസ് ബാവ ഒരു ജമാഅത്തിനെ പിടിച്ചോണ്ട് പോയി, അദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എറമ്പാച്ചനാണെന്ന് തോന്നുന്നു. അത് സമുദായത്തുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതും ഇതുപോലെ എവിടെയെങ്കിലും പട്ടം മേടിച്ച് ജ്ഞാനായ സമുദായത്തിലെ ഷമ്മാസിനാണെന്ന് പറഞ്ഞ് ജ്ഞാനായ സമുദായത്തിലെ ദേവാലയങ്ങളിലൊന്നും കയറാനായിട്ടൊന്നും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ തോപ്പം പട്ടം കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതിനൊക്കെ നിയമമുണ്ട്, അതിനുള്ള ഭരണഘടനയുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാര്യങ്ങള് ഈ നിയമവിരുദ്ധമായിട്ട്, ഭരണഘടനയ്ക്കെതിരായിട്ട്, കോടതിയുടെ വിധികൾക്കെതിരായിട്ട് പട്ടം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ജ്ഞാനായ സമുദായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ള പട്ടം കൊടുക്കലൊന്നും ജ്ഞാനായ സമുദായത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഭരണഘടന, ജ്ഞാനായ അസോസിയേഷൻ, ജ്ഞാനായ കമ്മിറ്റി ഇതെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവയാണ്. സഹായ മെത്രാച്ചന്മാരെ തെരഞ്ഞെടുത്തതാണ്. സമുദായ മെത്രാപ്പോലീത്തന്മാരെ ഇലക്ഷനോട് തെരഞ്ഞെടുത്തതാണ്. ഇതെല്ലാം ഇലക്ഷൻ ബേസിൽ തെരഞ്ഞെടുത്ത കാര്യങ്ങളാണ്. അതിനൊന്നും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആര് നോക്കിയാലും ഭൂഷണമല്ല. ഇത് വെറുതെ കുറെ പട്ടമേറ്റ് അതിലെ നടക്കുന്നതിൽ നിങ്ങൾ വളരെ ആലോചിക്കണം. അതൊന്നും ശരിയായ രീതിയല്ല. ഭരണഘടന അനുസരിച്ച് മാത്രമേ. അങ്ങനെയാണ് ഇപ്പൊ വൈദികരുടെ കുറവുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോരുത്തരെ പിടിച്ച് പട്ടം കൊടുത്താൽ മതിയല്ലോ. എത്രയോ പേർക്ക് വേണ്ടി പട്ടം കൊടുക്കാം. ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുകയാണ്. ഇതിന് വിരുദ്ധമായിട്ട്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് പട്ടം വെക്കുന്നോ, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിക്കുന്നോ തീർച്ചയായിട്ടും ലീഗലായിട്ട് തന്നെ നേരിടേണ്ടി വരും. ജ്ഞാനായ സമുദായ അംഗങ്ങൾ അത് അംഗീകരിക്കുകയില്ല എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ 3 കാര്യങ്ങളെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആരും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പട്ടക്കൊട ഉൾപ്പെടെ, അല്ലെങ്കിൽ ജ്ഞാനായ കമ്മിറ്റി ഉൾപ്പെടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പോകണം. അനാവശ്യമായിട്ട് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതോ, അതുപോലെ തന്നെ ജ്ഞാനായ സമുദായത്തിന്റെ ഇവിടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തരുത്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അതിന്റെ കാര്യങ്ങൾ ചെയ്തോളും. സുതാര്യമാണ്. അസോസിയേഷൻ കംപ്ലീറ്റ് ലൈവ് വെച്ചിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള ജ്ഞാനായ സമുദായങ്ങൾക്ക് ഇത് കാണാം. എന്താണ് അസോസിയേഷൻ നടക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭരണഘടനാ ലംഘനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഈ 7 പദ്ധതിയിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ തുകയ്ക്കും കൃത്യമായ കണക്കുകളുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ദൈവത്തിനു മുമ്പാകെ അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.